ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ബാർ എന്ന സ്ഥലത്താണ്. ആകെ 150 കിലോമീറ്ററുള്ള പഴയ യുഗോസ്ലാവിയ ഒരു 7 കഷ്ണങ്ങളായതിൽ ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യം എന്ന് എല്ലാവരും പറയുന്ന രാജ്യം. ഞാനിവിടെ കടൽ തീരത്ത് ഇങ്ങനെ കസേരയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒരു കൊല്ലം മുമ്പ് 2025 ജൂലൈയിൽ യാത്ര തുടങ്ങുമ്പോൾ ഉള്ള 3/4 ഇപ്പോഴാണ് വിന്ററൊക്കെ മാറി ഇന്നാണ് ആദ്യമായിട്ട് അതിലേക്കൊക്കെ തിരിച്ചു വരാൻ പറ്റണത്. ഇതുവരെ 3-4 ലെയർ ഡ്രസ്സുകളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കുഞ്ഞു രാജ്യത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം വരുന്നത്, ക്യാമ്പർ വാനുകളിൽ നിന്നൊക്കെ ആയിട്ട് യൂറോപ്പിലെ. കാരണം അതിസുന്ദരമായിട്ടുള്ള ബീച്ച്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, ഒരഴുക്കോ ഞാൻ കാണിക്കാം, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം തന്നെ കാണിക്കാം. ഒരഴുക്കോ ഒരു കടലാസ് കഷ്ണമോ ഒരു പായലോ ഒന്നുമില്ലാത്ത കടൽ തീരം. അപ്പോൾ ഇത് ഇത്രയും ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരും. ഇപ്പം അടുത്ത ആഴ്ച ഇവിടെ വെക്കേഷൻ തുടങ്ങും. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ബോംബെ നഗരത്തിലെ തിരക്ക് എന്നാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, അവിടെ പോയിരുന്ന ആള്. കാരണം അത്രയും ആളുകൾ ഒഴുകുന്ന ഒന്ന്. എനിക്ക് ഇതെല്ലാം ഇവിടെ സത്യത്തിൽ ഈ ബീച്ചല്ലാതെ ഒന്നുമില്ല. ഇതിനു വേണ്ടിയിട്ട് ഇത്രയും സായിപ്പന്മാർ വരുന്നു. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ഇതാണ്, കാരണം അവർക്ക് വൈറ്റമിൻ ഡി ഇല്ല. നമ്മൾ വെയിൽ കൊള്ളുന്നത് മോശമാണെന്നാണ് കരുതുക, ഇവർക്ക് നമ്മളുടെ കളറാവണത് ഭയങ്കര കാര്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഈ ബീച്ചിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി തണുക്കുമ്പോൾ നേരെ കരയിൽ വരും, ഇവിടെ അങ്ങോട്ട് തിരിച്ചിട്ട് കിടക്കുകയായിരുന്നു. ഇത്രയും ദിവസം പലയിടങ്ങളിലായിട്ട് എല്ലാ ബീച്ചുകളിലും ഞാൻ രാവിലെ മുതൽ സായിപ്പന്മാർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ, ഈ സന്ധ്യാവെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയ്ക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത്, 8 മണി വരെ വെയിലുണ്ട്, അതുവരെയും കിടക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും. നമ്മുടെ കളറ് പോകുമല്ലോ, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എൻ്റെ ഫോട്ടോ കണ്ടുപോലെ അയ്യോ നീ കറുത്തുപോയി. നമ്മളങ്ങനെയാണ്, ആളുകളുടെ നെഗറ്റീവുകളെയാണ് നോക്കുന്നത്. ആ നെഗറ്റീവും അല്ല, കറുത്ത എന്ത് നെഗറ്റീവ്, എനിക്കതും മനസ്സിലാവുന്നില്ല. അത് പോട്ടെ, അതൊക്കെ വേറെ വിഷയങ്ങൾ. നമ്മളുടെ രാജ്യത്തേക്ക് ഇവരിൽ 10% ആൾക്കാർ വന്നാൽ തന്നെ എത്രയാവും? ഇതിനേക്കാൾ എത്രയോ സുന്ദരമായ കാട്, മലകൾ ഇവിടെയുണ്ട്. എൻ്റെ ബാക്കിലൊക്കെ മലകളുണ്ട്. എങ്കിലും ട്രോപ്പിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനം, അത് ഇവർക്കിത് 3 മാസമേ ഉള്ളൂ ഈ സീസൺ. 3 മാസം കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഐസാണ്. നമുക്കോ 365 ദിവസം ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അടിയന്തരമായിട്ട് എല്ലാം ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ആ 44 നദികളുണ്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും വെറുതെ പൊങ്ങച്ചം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 10 പ്ലാസ്റ്റിക് കവർ കാണാത്ത, 10 പ്ലാസ്റ്റിക് മിഠായി കാണാത്ത, ഒരു 50 സ്ക്വയർ മീറ്റർ സ്ഥലം വേണ്ട, 10 മീറ്റർ സ്ക്വയർ സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ നാണമാകില്ലേ നമുക്ക്? ഇനിയെങ്കിലും നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് കേരളത്തിന്, ബാക്കി എല്ലാം മാറ്റി വെച്ചാൽ നമ്മൾ ഓരോരുത്തരും 3.5 കോടി ആൾക്കാരേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് 10-40 ലക്ഷം പേര് പുറത്തുമാണ്. എന്നിട്ടാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജലാശയങ്ങളെങ്കിലും കുറഞ്ഞ് അടിയന്തരമായിട്ട് മുഴുവൻ അഴുക്കുകളും മാറ്റിയെടുക്കണം. അത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഈ ടൂറിസ്റ്റുകൾ ഒഴുകും. സർക്കാരിന് ഒരു മുതൽ മുടക്കമില്ലാതെ പണം ഒഴുകും. അത് മുഴുവൻ ജനങ്ങൾക്കും കിട്ടുന്ന ഒരു വരുമാനമാണ്. അത്രയും ചെയ്യണം സർക്കാർ. വളരെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. നമ്മളാണ് ഇനി അത് ഒപ്പം മാറേണ്ടത്. നമ്മളൊന്ന് മാറണം. ഞാൻ ഈ ബീച്ചും ഈ പരിസരവും കൂടി കാണിക്കാം, എന്നിട്ട് സ്വയം ഒന്ന് നാണം കരുതുക. അവിടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇരുന്ന് ഞാൻ കൂടിയിട്ടുണ്ട്. റഷ്യക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചയും വന്നിട്ട് ഫോറിനേഴ്സ് അവിടെ ക്ലീൻ ചെയ്യും. എത്രയോ വട്ടം അവരോടൊപ്പം ചേർന്നത്. അത് നമ്മുടെ കരണക്കുറ്റിക്ക് അടിക്കലാണ്. നിന്റെ സ്ഥലം കിടക്കുന്നത്, നിനക്ക് നാണമില്ലടാ, പറയാതെ പറയലാണ്. കരണക്കുറ്റിക്ക് അടിക്കലാണ്. നാണമില്ലല്ലോ നമുക്ക്, പക്ഷേ ബോധമില്ലാത്തവരുണ്ടായിപ്പോയില്ലേ. അവരോടൊപ്പം ഞാനും നാണക്കേടോടെ ചേർന്നുണ്ട് തീർക്കാനായിട്ട്. ഒരു പ്ലാസ്റ്റിക് പോലും ഇടാത്ത ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അല്പമെങ്കിലും പ്ലാസ്റ്റിക് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അതുവരെ ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു പോലും. അതൊന്നും പൊങ്ങച്ചൊന്നുമല്ല, ഇതൊന്നും വലിയ സംഭവങ്ങളുമല്ല. നമ്മൾ ഒന്ന് മാറുക പ്ലീസ്. നമ്മൾ ഇത്തിരിയെങ്കിലും ബോധമുള്ളവരായി, ഇത്തിരിയെങ്കിലും വൃത്തിയുള്ളവരായി, വെറുതെ 100% സാക്ഷരത എന്നൊക്കെ തള്ളിയിട്ട് കാര്യമില്ല. ഒരല്പം വൃത്തിയുള്ളവരായിട്ട്, എനിക്ക് പറയാൻ വിഷമമുണ്ട്, നമ്മൾ ഓരോരുത്തരും ഇത്തിരി വൃത്തിയുള്ളവരായിട്ട്. 2 പേരും കുളിക്കണതല്ല രാജ്യം, അല്ലെങ്കിൽ വെറുതെ കൊടി കൊടുത്തിട്ട് ഈ ഇത് പറയലല്ല രാജ്യസ്നേഹം. ദയവായിട്ട് നമ്മളുടെ ജലാശയങ്ങളെ, നമ്മുടെ പൊതുയിടങ്ങളെ വൃത്തിയായിട്ട് സൂക്ഷിക്കലാണ്. അവിടേക്ക് നിങ്ങൾ വൃത്തിയാക്കണ്ട, അവിടേക്ക് വൃത്തികേടാക്കാതിരുന്നാൽ മാത്രം മതി. ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വന്നിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും നാണമില്ലാത്തവരാണ് നമ്മളിൽ 90% എന്ന് പറയാൻ വിഷമമുണ്ട്. പ്ലീസ് ഓരോ മലയാളിയോടുമാണ് പ്ലീസ്, നാണം കിട്ടും മതിയായി. എന്നോട് സായിപ്പ്മാർ വന്നിട്ട് പറയും, ഇന്ത്യ, ഞാൻ അഭിമാനത്തോടുകൂടി പറയും, ഇന്ത്യ വൈവിധ്യമാണ് എല്ലാമാണെന്ന് പറയുമ്പോൾ അവരോട് പറയും, പക്ഷെ നിങ്ങളുടെ അടുത്ത് വൃത്തികേട് എല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറയും. ഒരക്ഷരം മിണ്ടാനില്ല.
ഇതിനേക്കാൾ ഭേദം അവർക്ക് എന്നെ കത്തിയെടുത്ത് കൊല്ലണമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരുമാണ് ഈ ചീത്തപ്പേരിന് കാരണം. ലോകം മുഴുവനും നമ്മളെ വൃത്തിയില്ലായ്മയുടെ പേരിൽ കളിയാക്കുകയാണ്. പ്ലീസ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കേണ്ട നാടാണ്. അഭിമാനം നമുക്ക് തിരിച്ചു പിടിക്കണം. പ്ലീസ്, കുറഞ്ഞ പക്ഷെ കേരളമെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടമെങ്കിലും നിങ്ങൾ വൃത്തികേടാക്കാതിരുന്നാൽ മതി. വൃത്തിയാക്കണ്ട, പ്ലീസ് പ്ലീസ്. നമ്മൾ കൊച്ചിക്കാരനാണ്, നമ്മൾ മലബാറിയാണ്, കോഴിക്കോടിന്റെ സൗന്ദര്യം അതാണ്, കോഴിക്കോട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇൻസ്റ്റ തള്ളുകളും അതൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ നാടിനെ പറ്റി അഭിമാനിക്കുന്നതെങ്കിൽ ആ നാടിനെ വൃത്തിയായിട്ട് കാണിക്കൂ. അപ്പോൾ നാട് എത്തിരി, ഇതാ എൻ്റെ നാട് കണ്ടോ, എൻ്റെ കോഴിക്കോട് എന്തൊരു വൃത്തിയാണ്, എൻ്റെ കൊച്ചി കണ്ടോ എന്തൊരു ക്ലീനാണ്, ഇങ്ങനെ പറഞ്ഞു വേണം അഭിമാനിക്കാൻ. പ്ലീസ് പ്ലീസ്, ദയവായിട്ട് ഞാൻ കേണ് പറയുകയാണ്. പ്ലീസ്, നാണം കിട്ടും, മതിയായി. പ്ലീസ്, നമുക്ക് അഭിമാനത്തോടെ എൻ്റെ കൊച്ചി, എൻ്റെ കോഴിക്കോട്, എൻ്റെ കണ്ണൂർ എന്ന് പറയാൻ പറ്റണം, എൻ്റെ തിരുവനന്തപുരം എന്ന് പറയാൻ പറ്റണം. അതിന് വൃത്തിയാക്കി വെക്കൂ പ്ലീസ്. ബൈ ബൈ. ഞാനിത് വരുമ്പോഴേക്കും എല്ലാം മാറും എന്നുള്ള പ്രതീക്ഷയിൽ. നോക്കൂ, ഈ കടൽ തീരം മുഴുവനും നോക്കിക്കോളൂ. എവിടെയെങ്കിലും ഇതൊന്നും വലിയ സംഭവമായിട്ട് കാണിക്കുന്നില്ല. അത്